ഈ ബസ്സുകളിലും സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി അനുവദിക്കണമെന്ന് മുൻ ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന 100-ലധികം ബസ്സുകൾ ഓർഡിനറി ബസ്സുകളാണ്. സിറ്റി ഫാസ്റ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് സൗജന്യ യാത്ര തടയരുത്. കൂടുതൽ ബസ്സുകൾ ഉൾപ്പെടുത്തിയാൽ യാത്രാ ദുരിതം പരിഹരിക്കാം. 6 മാസത്തിനകം പദ്ധതി പൂർണ്ണമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കണം. വാഗ്ദാനം നടപ്പിലാക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുൻ ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രിയദർശിനി ബസ്സിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ എല്ലാത്തിലും ഇടിച്ച് ഒരെണ്ണത്തിൽ ഒരു 1-2 വണ്ടിയെ പോലും ഇടിച്ചങ്ങ് കയറും ആളുകൾ. ഇതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഉദാഹരണമാണ്, തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന 150 ബസ്സുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ 100 ബസ് കോർപ്പറേഷൻ്റെ ആണ്. ഞാൻ ഈ ആവശ്യപ്പെടുന്ന കാര്യം കോർപ്പറേഷൻ ആവശ്യപ്പെടേണ്ടതാണ്. അത് ആ 100 ബസ്സുകൾ ഓർഡിനറി ബസ്സുകളാണ്. ആ 100 ബസ്സുകളിൽ എന്തുകൊണ്ട് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൗജന്യം കൊടുക്കുന്നില്ല? അത് ഞാൻ ആവശ്യപ്പെട്ടില്ല, ഞാൻ മേയറോട് ആവശ്യപ്പെടുകയാണ്. മേയർ അടുത്ത ദിവസം ഇത് കേരള സർക്കാരിനോട് ആവശ്യപ്പെടണം. കോർപ്പറേഷൻ്റെ വണ്ടിയിലാണല്ലോ ഈ 10 രൂപയ്ക്ക് കൊണ്ടുകൊണ്ടിരുന്നത്. അതെങ്ങനെ സിറ്റി ഫാസ്റ്റായി? അത് സിറ്റി ഫാസ്റ്റ് ആണോ അത് ഓർഡിനറി ബസ്സാണോ എന്ന് മേയർ പറയാം. എൻ്റെ കണക്കനുസരിച്ച് അത് സിറ്റി ഫാസ്റ്റ് അല്ല. എന്തിനാണ് ഒരു ബസ്സിൽ കിടന്ന് ഇടിക്കുന്നത്? ഒരു ബസ് ഒരു വഴിക്ക് പോകും, ആ ബസ്സിൽ എല്ലാവരോടും ഇടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ബസ്സുകൾ ഇട്ട് കൊടുക്കും, കൂടുതൽ ബസ്സുകളിൽ സൗജന്യം അനുവദിക്കും. എല്ലാത്തും കൊണ്ടും സിറ്റി ഫാസ്റ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് മര്യാദകളില്ല. ഈ 100 ബസ് സിറ്റി ഫാസ്റ്റ് അല്ല. ഈ കോർപ്പറേഷനുമായി ചേർന്ന് വാങ്ങിയെന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ ഫണ്ട് ഈ ഒരു നഗരവികസനത്തിൻ്റെ ഭാഗമായി വണ്ടികളിലെ ഓർഡിനറി ബസ്സുകളാണ്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ റിക്വസ്റ്റ് നിങ്ങൾ വയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് ഞാൻ പരസ്യമായി പറയുകയാണ്, മേയർ ഇടപെട്ടിട്ട് ഈ 100 വണ്ടിയിൽ പ്രിയദർശിനി സൗകര്യങ്ങൾ വനിതകൾക്ക് ഒരുക്കണം. അപ്പോൾ ഈ തിക്കും തിരക്കും കുറയും. 6 മാസം സമയം കഴിഞ്ഞാൽ എല്ലാ ഫാസ്റ്റ് പാസഞ്ചറിലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഇലക്ഷൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ ബസ്സുകളിലും പ്രിയദർശിനി പദ്ധതി, സൗജന്യമായി സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്ന കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു മുൻ മന്ത്രി എന്ന നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ കാത്തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.